കേരള രാഷ്ട്രീയത്തിൽ കാഫിർ സ്ക്രീൻഷോട്ട് വളരെ വിവാദമായി. വടകര ഇലക്ഷൻ സമയത്ത് കെ ശൈലജ മത്സരിക്കുമ്പോൾ ഇലക്ഷൻ്റെ തലേ ദിവസമാണ് ഈ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദമായത്. അവിടെ കെ ശൈലജയ്ക്കെതിരായി എതിരാളികൾ മതവിദ്വേഷ കാർഡ് ഇറക്കി അങ്ങനെയുള്ള സന്ദേശം പുറത്തുവിട്ടു എന്നാണ് പ്രചരിപ്പിച്ചത്. ഇപ്പോൾ ഈ കാഫിർ സ്ക്രീൻഷോട്ട് എതിരാളികളല്ല, അവരെ തന്നെ ആളുകളാണ് ഇത് പുറത്തുവിട്ടതെന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. UDF അധികാരത്തിൽ വന്ന ശേഷം ഒരു സ്ക്വാഡ് രൂപീകരിച്ചിരുന്നു വടകര ക്രൈംബ്രാഞ്ച് DYSP മനോഹരൻ്റെ നേതൃത്വത്തിൽ. അവിടെ ഈ ഗ്രൂപ്പിൽ സന്ദേശം പോസ്റ്റ് ചെയ്ത ആളുകളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വടകര ബ്ലോക്ക് പ്രസിഡന്റ്, DYFI ബ്ലോക്ക് പ്രസിഡന്റ് റിബേഷ് രാമകൃഷ്ണനെയാണ് ആദ്യം ചോദ്യം ചെയ്തത്. നേരത്തെ അത് അന്വേഷണം ചോദ്യം ചെയ്തിട്ട് വിട്ടയച്ചെങ്കിലും അത് എങ്ങും എത്തിയില്ല എന്നാണ് വരുന്നത്. എന്നാൽ വടകര തന്നെ ഈ ഇലക്ഷന് മുമ്പ് അവിടെ 3-4 റെഡ് വോളണ്ടിയേഴ്സിൻ്റെ ഗ്രൂപ്പുകളുണ്ടായിരുന്നു. അതിലൊന്നിൻ്റെ പേര് വടകര സ്ക്വാഡ് ഗ്രൂപ്പ്. അതിലാണോ ഈ സന്ദേശം തുടക്കത്തിൽ വന്ന് എന്നറിയത്തില്ല. പിന്നെ അമ്പാടിമുക്ക് സഖാക്കൾ എന്ന ഒരു ഫേസ്ബുക്ക് പേജുകൊണ്ട് അതിൻ്റെ അഡ്മിനായിട്ട് വന്ന മനീഷ് എന്ന് പറഞ്ഞ ഒരാളാണ്. മനീഷിൻ്റെ കൂടെ മറ്റ് 4-5 അഡ്മിന്മാരും ഉണ്ട്, അതിലുണ്ട്. അതുപോലെ തന്നെ റെഡ് ബറ്റാലിയൻ വാട്സാപ്പ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഒരെണ്ണം വടകര പ്രവർത്തിക്കുന്നുണ്ട്. അത് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ആണെങ്കിൽ അത് അമൽ റാം എന്നൊരാളാണ് അതിൻ്റെ ചുക്കാൻ പിടിച്ചത്. പൊതുവെ DYFIയുടെ പ്രവർത്തകരായ പല ആൾക്കാർക്കും വടകര സ്ക്വാഡ് ഗ്രൂപ്പ്, അമ്പാടിമുക്ക് സഖാക്കൾ, റെഡ് ബറ്റാലിയൻ വാട്സാപ്പ് ഗ്രൂപ്പ്, റെഡ് വോളണ്ടിയേഴ്സ് വാട്സാപ്പ് ഗ്രൂപ്പ് എന്നിങ്ങനെ പല ഗ്രൂപ്പുകളും ഉണ്ടായിരുന്നു. അത് DYFI ഭാരവാഹികൾ തന്നെയായിരുന്നു അതിൻ്റെ അഡ്മിൻ. അവരാണ് ഇത് പടച്ചു വിട്ടത്. ഇലക്ഷൻ്റെ തലേദിവസമാണ് ഈ വർഗീയ കാർഡ് ഇറക്കിയത്. അത് കോൺഗ്രസ്സുകാരാണ് വർഗീയ കാർഡ് ഇറക്കിയത്, UDF ആണ് അതിൻ്റെ പിന്നിലെന്ന് ആയിരുന്നു പൊതുവെ ഉണ്ടായിരുന്ന വാർത്തകളും പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇതിനെ സംബന്ധിച്ചാണ് ഇപ്പോഴേ വടകര ക്രൈംബ്രാഞ്ച് DYSP മനോഹര അന്വേഷണം തുടങ്ങുന്നത്. അദ്ദേഹം തുടക്കത്തിലെ തന്നെ അവിടുത്തെ വടകര DYFIയുടെ ബ്ലോക്ക് പ്രസിഡന്റ് റിബേഷ് രാമകൃഷ്ണനെ ചോദ്യം ചെയ്തു. അദ്ദേഹത്തിനെ ചോദ്യം ചെയ്താൽ കഴിഞ്ഞ ആഴ്ച വിളിച്ചു, 6-ാം തീയതി അദ്ദേഹത്തിനെ വിളിച്ചു. ശനിയാഴ്ച വരുന്നതിന് മുമ്പ് അദ്ദേഹം DYFIയുടെ വടകര ബ്ലോക്ക് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിട്ടാണ് അയാൾ വന്നത്. ഏതായാലും ആരാണ് ഇത് പടച്ചുവിട്ടതെന്ന് ഓരോരുത്തരും പരസ്പരം ഞാനല്ല മറ്റു ഗ്രൂപ്പിൽ നിന്നാണ് കിട്ടിയത്, ഇങ്ങനെ അവർ പരസ്പരം പഴിയാരി നിൽക്കുകയാണ്. ഏതായാലും റിബേഷ് രാമകൃഷ്ണൻ, മനീഷ്, അതുപോലെ അമൽ റാം എന്നീ 4 പേരിലെ ഒരാളാണ് ഇത് പടച്ചു വിട്ടത്. അതിലേക്കാണ് പോലീസ് അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും വടകര ബ്ലോക്ക് DYFI പ്രസിഡന്റ് താനല്ല സൃഷ്ടിച്ചത്, തനിക്ക് മറ്റു ചിലയിടത്തു നിന്നാണ് ഇത് ലഭിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയാണ് ഈ 3-4 അവിടുത്തെ സഹാക്കന്മാരുടെ സ്ക്വാഡിലേക്കും വാട്സാപ്പിലേക്കൊക്കെ പോലീസ് ഇപ്പം സഞ്ചരിക്കുന്നത്. അവരെ 1-2 പേരുടെ, പ്രത്യേകിച്ച് അമൽ റാമിൻ്റെ മൊബൈൽ ഫോണ് പിടിച്ചെടുത്തിട്ടുണ്ട്. അതെന്തായാലും ഫോറൻസിക് പരിശോധനയിൽ അയക്കും. അവരിപ്പം കണ്ടെത്തിയിരിക്കുന്നത് അമൽ റാമിൻ്റെ അവിടെ നിന്നാണ്. അമൽ റാമിൻ്റെ എവിടെ നിന്നെങ്കിലും വന്നതാണോ അതോ അമൽ റാം തന്നെ സൃഷ്ടിച്ചതാണോ എന്നുള്ള കാര്യത്തിലേക്കുള്ള അന്വേഷണം നീളുകയാണ്. ഏതായാലും അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ പിടിച്ചെടുത്തിട്ടുണ്ട്. അത് ഫോറൻസിക് സയൻസ് ലാബറട്ടറിയിൽ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഏതായാലും അത് എവിടെ നിന്നാണ് സൃഷ്ടിച്ചത്? കോൺഗ്രസ് അല്ല, DYFIക്കാർ തന്നെയാണ്. അവരാണ് അത് പ്രചരിപ്പിച്ച്, അവർ തന്നെയാണ് ഇലക്ഷൻ്റെ തലേദിവസം ഇത് സൃഷ്ടിച്ചെന്നാണ് പൊതുവെ ഇപ്പം മനസ്സിലാകുന്നത്. ഏതായാലും പോലീസിൻ്റെ അന്വേഷണം ആ രീതിക്ക് നീങ്ങുന്നുണ്ട്. ഇതുപോലെയുള്ള വിദ്വേഷ പ്രശ്നങ്ങൾ ഒക്കെ നടത്തി വാട്സാപ്പിലും ഒക്കെ പ്രചരിപ്പിച്ചാൽ അതിന് തീർച്ചയായിട്ടും കേസുണ്ടാവും. അതുതന്നെയല്ല, മതവിദ്വേഷപരമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചത് കോൺഗ്രസ് ആണെന്ന് പറഞ്ഞെങ്കിലും ഇപ്പോൾ ആ റൂട്ട് കറക്റ്റായിട്ട് എവിടെ ചെല്ലുന്നോ അയാളെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. നോൺ ബെയിലബിളാണ്. 7 വർഷം ജയിലിൽ കിടക്കേണ്ടി വരും എന്നാണ് ഞാൻ കരുതുന്നത്. അതോടൊപ്പം തന്നെ ഇതിങ്ങനെയുള്ള സൃഷ്ടികൾ ഈ വാട്സാപ്പിലൂടെയും അങ്ങനെയുള്ള
ഫേസ്ബുക്കിൽ കൂടെയൊക്കെ ഇങ്ങനെ പടച്ചു വിടുന്നവർ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പിടി വീണിരിക്കും. അതുകൊണ്ട് മിടുക്കരാകുന്ന ആരും കരുതരുത്. ഒളിച്ചും പാത്തുമൊക്കെയാണ് നമ്മളിത് ചെയ്യുന്നത്. മറ്റിടത്തുനിന്ന് കിട്ടി, ഇവിടുന്ന് കിട്ടിയെങ്കിലും യഥാർത്ഥത്തിൽ സൃഷ്ടിച്ച ആളിലേക്ക് കടന്നെത്തും പോലീസ്. അങ്ങനെ വരുമ്പോൾ അത് ജയിൽ ശിക്ഷയാണ് അത് കിടക്കാൻ പോകുന്നതെന്ന് ആലോചിച്ചോണം. അതുകൊണ്ട് ഇതുപോലെ ധാരാളം പേരെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കുകയും തെറി വിളിക്കുകയും ഒളിവിൽ ഇരുന്ന് ഫേക്ക് നമ്പർ കൊടുത്തും ചില പ്രത്യേക ഫേക്ക് പേരുകളൊക്കെ ഇട്ട് പലരും കമൻ്റ് ഇടുന്നതൊക്കെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് നിർത്തിക്കോളൂ. പിടി എന്തെങ്കിലും വീഴും, ഏതെങ്കിലും ഒരു പരാതിക്കാരൻ വരും, നിങ്ങളുടെ പേരിൽ നടപടി ഉണ്ടാവും. അത് തീർച്ചയായിട്ടും അത് കണ്ടെത്താനുള്ള സംവിധാനം ഇപ്പം കേരളത്തിലുണ്ട്. അവർ സൈബർ സെല്ല് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതുപോലെയുള്ള പരിപാടികൾ കാണിക്കുന്ന കുട്ടികൾ ശ്രദ്ധിക്കുക, ചെറുപ്പക്കാർ ശ്രദ്ധിക്കുക, സ്ത്രീകളും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് പിടി വീഴും എന്നാണ് ഞാൻ കരുതുന്നത്.